ബാബറി മസ്ജിദിന് തറക്കല്ലിട്ട തൃണമൂൽ കോൺഗ്രസ് എംഎൽഎ. കഴിഞ്ഞ ദിവസം സസ്പെൻഷനിലായ ഹുമയൂൺ കബീർ എംഎൽഎ മുൻകൈയെടുത്താണ് പള്ളി നിർമ്മിക്കുന്നത്. ഹിന്ദു സമൂഹത്തിന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യരുതെന്നും മമതാ സർക്കാരിനെ ബംഗാളിലെ ഹിന്ദുക്കൾ പിഴുതെറിയുമെന്നും ബിജെപി എംഎൽഎയും പ്രതിപക്ഷ നേതാവുമായ സുവേന്ദു അധികാരി പ്രതികരിച്ചു. इस बार हिंदू जाग रहा है, हिंदू जाग रहा है। हिंदू अपने हित में काम करेगा, ये कोई पॉलिटिकल जुलूस नहीं है। हिंदू अपने हित में काम करेगा, हिंदू हित में जो काम करेगा वही बंगाल में आने वाला दिन में राज करेगा। हुमायूं कबीर कह रहे 135 सीट पे चुनाव लड़ेंगे। हुमायूं कबीर कह रहे उनका छोड़िए, वो करने दीजिए। वो अपने कम्युनिटी का वोट लेगा, एक हिंदू वोट नहीं देगा। वो शक्तिपुर में जो दंगा हुआ था उसमें सीधा उनका इन्वॉल्वमेंट ममता की इशारा से किया। उन्होंने बार बार बताया यूसुफ पठान को जिताने के लिए मैं एक गलत शब्द का उपयोग किया, ममता ने करने के लिए मजबूर किया। बंगाल में ममता को उखाड़ नहीं फेंकेगा तो हिंदू शांति में नहीं रहेगा। വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു ചേരുന്നുണ്ട്. ജിഷ്ണു കൃഷ്ണൻ, ഈ ബാബറി മസ്ജിദിനൊടുവിൽ തറക്കല്ലിട്ടിരിക്കുന്നു. രണ്ട് വിഭാഗങ്ങളെ തമ്മിലടുപ്പിക്കാൻ, ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ തന്നെയല്ലേ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ ശ്രമം? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? എപ്പോഴായിരുന്നു ഈ തറക്കല്ലിടൽ ചടങ്ങ്? അശ്വതി, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ വിഭജന രാഷ്ട്രീയത്തിലൂടെയും മുസ്ലിം പ്രീണനത്തിലൂടെയും ഏതെങ്കിലും തരത്തിൽ അധികാരം നിലനിർത്താനുള്ള ശ്രമമാണ് പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ബംഗാളിൽ മുർഷിദാബാദിൽ ബാബറി മസ്ജിദിന് തറക്കല്ലിട്ടുള്ളത്. തൃണമൂൽ കോൺഗ്രസിന്റെ എംഎൽഎ ഹുമയൂൺ കബീറിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ചടങ്ങ് നടന്നിട്ടുള്ളത്. അതായത് 1992 അയോധ്യയിൽ തർക്കമന്ദിരം നീക്കം ചെയ്തതിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ആ വാർഷിക ദിനത്തിലാണ് ഇത്തരത്തിൽ ഇരു വിഭാഗങ്ങളെയും തമ്മിൽ തല്ലിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അയോധ്യയിലെ വിഷയം നമുക്കറിയാം. 2019 സുപ്രീം കോടതി യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളില്ലാതെ ആ വിഷയം ഒത്തുതീർപ്പാക്കുകയും അയോധ്യയിൽ രാമജന്മഭൂമിയിൽ ക്ഷേത്ര നിർമ്മാണത്തിന് വിട്ടു നൽകുകയും ചെയ്ത വിഷയമാണ്. എന്നാൽ അത് വീണ്ടും എടുത്തിട്ടുകൊണ്ട് ഇത്തരത്തിൽ മുസ്ലിം പ്രീണനത്തിലൂടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണ് തൃണമൂൽ എന്ന ആരോപണമാണ് BJP ഉന്നയിച്ചിട്ടുള്ളത്. ഇന്ന് മുർഷിദാബാദിൽ ഹുമയൂൺ കബീറിന്റെ നേതൃത്വത്തിലാണ് വലിയ രീതിയിൽ ആളുകൾ ഒത്തുചേർന്നുകൊണ്ട് ഇഷ്ടികയുമായി എത്തി ഇത്തരത്തിൽ ബാബറി മസ്ജിദിന് തറക്കല്ലിട്ടിട്ടുള്ളത്, പള്ളിക്ക് തറക്കല്ലിട്ടിട്ടുള്ളത്. ഇതിനെ രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ, ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഹിന്ദു സമൂഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. കൊൽക്കത്ത ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ ഇന്ന് വൈകിട്ടോടുകൂടി ഹിന്ദു സമൂഹത്തിന്റെ പ്രതിഷേധമുണ്ടായിരുന്നു. അത്തരത്തിലൊരു ചടങ്ങിൽ പങ്കെടുക്കവെയാണ് ഇപ്പോൾ ബംഗാളിലെ പ്രതിപക്ഷ നേതാവ് ബംഗാളിലെ മമതാ സർക്കാരിനെ ഹിന്ദു സമൂഹം പിഴുതെറിയും എന്ന പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഹിന്ദു ഉണരുകയാണ്, അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, അപകടകരമായിട്ടുള്ള രാഷ്ട്രീയമാണ് തൃണമൂൽ പയറ്റുന്നത് എന്ന പ്രതികരണമാണ് ബംഗാളിൽ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി നടത്തിയിട്ടുള്ളത്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഇത്തരത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി അധികാരത്തിൽ തുടരുന്ന വർഷങ്ങൾ നീണ്ട ഇടത് CPM ഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ടുവന്ന തൃണമൂൽ കോൺഗ്രസ് അതിലും വലിയ ക്രൂരതയാണ് ബംഗാളിൽ നടത്തിക്കൊണ്ട് കാലാകാലങ്ങളായി ഭരണം തുടരുന്നത്. നിലവിൽ അതിശക്തമായിട്ടുള്ള പ്രതിപക്ഷമായി BJP മാറിയ പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിലും ഭരണം നിലനിർത്തുക എന്ന തൃണമൂൽ കോൺഗ്രസ് തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മുർഷിദാബാദിൽ ഇത്തരത്തിൽ ബാബറി മസ്ജിദിന് പള്ളിക്ക് തറക്കല്ലിട്ടിട്ടുള്ളത്. തീർച്ചയായും ജിഷ്ണു, എന്തായാലും ബംഗാളിൽ ബാബറി മസ്ജിദിന് തറക്കല്ലിട്ടിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് എംഎൽഎ. ഒരു വർഗീയ കലാപം തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്.